ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ്. അപ്പോൾ സുധി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു പിറക്കി ആലോചിച്ച് കൂട്ടിയൊക്കെ ഇരിക്കുകയാണ്. ആലോചിക്കാൻ കുറേയേറെ കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചിക്കാൻ ഒത്തിരി സമയവും ഉണ്ടല്ലോ. ഇപ്പം ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാകുന്നു ഇത് ശ്രുതിയാണെന്ന്. ഇയാൾ ഇപ്പം എന്തിനാ എന്നെ വിളിക്കണത് എന്നൊക്കെ ഓർത്തിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്കും അതെ ഞാൻ ശ്രുതിയാ എന്ന് പറഞ്ഞപ്പം എനിക്കറിയാം, ഞാൻ നമ്പർ സേവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല താനെന്താ ഇപ്പം പെട്ടെന്ന് ഒരു കോളൊക്കെ വിളിച്ചത്? അത് വേറൊന്നുമല്ല, എനിക്ക് തന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അല്ല തനിക്ക് ഇപ്പം ജോലിയൊന്നും ഇല്ല, സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയക്കാം. എനിക്ക് ജോലിയൊന്നും ഇല്ലടോ, എനിക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടുമില്ല. സമയം അതുകൊണ്ട് തന്നെ ധാരാളം കിടപ്പുണ്ട്. അല്ല താനെന്താ പെട്ടെന്ന് തന്നെ കാണണം എന്നൊക്കെ തോന്നുന്നത്? അത് പിന്നെ എനിക്ക് തന്നോട് ഒരു നന്ദി പറയാനുണ്ട്. അതിന് അന്ന് താൻ എന്നോട് നന്ദിയൊക്കെ പറഞ്ഞതല്ലേ, അത് പിന്നെ എനിക്ക് ഇപ്പം തന്നോടൊരു നന്ദി പറയാൻ തോന്നുക. കാരണം ആ മാനേജറുണ്ടല്ലോ, ആ മാനേജർ ഇപ്പം എന്നെ എന്തു ബഹുമാനത്തോടു കൂടിയാണ് നോക്കുന്നതെന്നറിയാമോ? പണ്ട് നോക്കി ആ കണ്ണിലല്ല ഇപ്പം അയാൾ എന്നെ കാണുന്നത്. ഇപ്പം അയാളുടെ ശല്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നോട് വീണ്ടും ഒരു നന്ദി പറയാനൊക്കെ തോന്നി. അതും കൊണ്ടാണ് വിളിച്ചത്. നമ്മൾ ഈ നന്ദി പറയാൻ തോന്നുമ്പോൾ നന്ദി പറയണം, സോറി പറയാൻ തോന്നുമ്പോൾ സോറിയും പറയണം. അതങ്ങനെയാണ്, അത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും എനിക്ക് താൻ ഒത്തിരി നല്ല അവസരങ്ങൾ ഉണ്ടാക്കി തന്നതല്ലേ. എന്നെ താൻ ഭാര്യയായിട്ട് അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഒരു നാടകമാണെങ്കിൽ കൂടി നമുക്ക് തന്നെ അല്ലായിരുന്നോ ആ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയതും അത് നന്നായിട്ട് വിനിയോഗിക്കുകയൊക്കെ നമ്മൾ ചെയ്തില്ലേ. അതുകൊണ്ട് ആ ഒരു പ്രൈസ് മേടിച്ച് തന്നതിൽ പൂർണ്ണമായിട്ടും സുധിയുടെ ആ ഒരു ഇതും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് സുധിക്ക് തരാൻ തോന്നി. അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുധി പറഞ്ഞു, ഓ ഗിഫ്റ്റോ? ഏതായാലും ഞാൻ തന്നെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. എങ്കിൽ പിന്നെ താൻ ലൊക്കേഷൻ അയക്കേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ സുധി പറഞ്ഞു. ഏതായാലും സുധിയും കോൾ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെയാണ്. അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ്റെ ഫ്രണ്ടിനെ കണ്ട ഉടനെ, അതായത് നമ്മുടെ രവീന്ദ്രനോട് പൈസ ചോദിച്ചില്ലായിരുന്നു ഒരു ഫ്രണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഫ്രണ്ടിനെയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ കണ്ട ഉടനെ നമ്മുടെ രവീന്ദ്രന് പെട്ടെന്ന് അങ്ങ് മാറി പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ പെട്ടെന്ന് വിളിച്ചു, രവീന്ദ്ര എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ രവീന്ദ്രൻ മൈൻഡ് ചെയ്തു കേട്ടോ. കാരണം മൈൻഡ് ചെയ്യാത്ത വേറൊന്നും അല്ല, പൈസ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാരണമാണ് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിന്നത്. അപ്പോഴേക്കാണ് ഇയാൾ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്നു. എടോ എന്താടോ താൻ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയത്? അത് പിന്നെ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയെന്നൊന്നും അല്ലടോ, താനന്ന് പൈസ ചോദിച്ചിട്ട് അതെനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. ഹേയ് എന്താടോ താനീ പറയുന്നത്? തൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ താൻ അതെനിക്ക് തരുന്നത് നന്നായിട്ട് എനിക്ക് അറിയാവുന്നതല്ലേ. തൻ്റെ കയ്യിൽ ആ ഒരു സമയത്ത് പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് താൻ എനിക്ക് തന്നില്ല. അതിന് താൻ എന്തിനാടോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കണത്? അതെ ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ സഹായം കൊണ്ടും അങ്ങനെ കുറച്ച് പേരുടെ സഹായം കൊണ്ടൊക്കെ അവളിപ്പം ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ആണോ? അപ്പോൾ പൈസയൊക്കെ ശരിയായിരുന്നോ? പൈസയൊക്കെ ശരിയായിടോ, പൈസയൊക്കെ ശരിയായി. അല്ല തനിക്കെന്താ മുഖത്ത് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ? തനിക്ക് ഇടയ്ക്കൊന്നും ഇറങ്ങത്തില്ലായിരുന്നോ? എങ്ങനെ സന്തോഷിക്കാനാ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ റിട്ടയർഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ഒന്ന് ആസ്വദിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ റിട്ടയർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാടോ, ജീവിതത്തിന് ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. എന്തു പറ്റി സന്തോഷത്തിനും സമാധാനത്തിനും സംഭവിച്ചത്? എന്ത് പറയാനാ? സച്ചിയുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ എടോ തൻ്റെ വലങ്കൈ ആയിട്ട് എപ്പോഴും നിന്നത് സച്ചി തന്നെയല്ലേ. ആ സച്ചിനെയാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ്റെ സ്വഭാവം ആകെപ്പാടെ ഒന്നും കൂടി മാറി വരുവാടോ. കാരണം അവന് ഒരു വിവാഹം നടത്തിക്കൊടുത്തു, അറിയാലോ. അത് ഒരിക്കലും അവൻ ആഗ്രഹിക്കാത്തൊരു വിവാഹം തന്നെയായിരുന്നു. പക്ഷേ
അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടീനെ സ്നേഹിച്ചവൻ നിൽക്കാനുള്ളതിന് അവനിപ്പം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖം ഒന്നും അല്ല, അത്രയ്ക്ക് നല്ല രീതിയിലും അല്ല അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഏതു നേരവും അടിയും വഴക്കും ഒക്കെയാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ അവനൊരു നല്ല ജീവിതം കിട്ടണം എന്നൊക്കെ. പക്ഷേ അവനായിട്ട് തന്നെ അവൻ്റെ ജീവിതം തൊലച്ചുകൊണ്ടിരിക്കുക. താൻ എന്താണോ ഈ പറയുന്നത്? സച്ചിനെ കുറിച്ചാണോ താൻ ഈ പറയുന്നത്? സച്ചിനെക്കുറിച്ച് എനിക്ക് സച്ചിനെക്കുറിച്ച് ഈ വക അഭിപ്രായങ്ങളൊന്നും ഇല്ല കേട്ടോ. അവൻ നല്ല മനുഷ്യനാ, അവൻ നല്ലൊരു മനസ്സുമുണ്ട്. മനുഷ്യരുടെ മനസ്സ് അറിയാൻ പറ്റുന്ന ഒരു മനസ്സാണ് അവനുള്ളത്. മനുഷ്യരുടെ മനസ്സ് പോയിട്ട് അവന് എൻ്റെ മനസ്സ് പോലും അറിയാൻ പറ്റുന്നില്ലടോ. പിന്നെ എങ്ങനെയാ മനുഷ്യരുടെ മനസ്സ് അവൻ അറിയുന്ന താനീ പറയുന്നത്? അത് പിന്നെ എന്താ പറ്റിയത്? എന്താ വീട്ടിൽ വഴക്കുണ്ടായതിൻ്റെ കാരണം വേറൊന്നുമല്ല. രേവതിയില്ലേ എൻ്റെ മരുമകള് അവർ രണ്ടുപേരും കൂടെ വിരുന്നിന് പോയപ്പോൾ ഒരു മാല കൊടുത്തായിരുന്നേ അവളുടെ വീട്ടിൽ നിന്ന്. ആ മാല ഇവൻ കൊണ്ടുപോയി പണയം വെച്ച് കള്ളു കുടിച്ചെന്നും മറ്റുമാണ് തോന്നുന്നത്. ഇത് കേട്ടതും രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ ഒരു ഒറ്റ ജെട്ടായിരുന്നു കേട്ടോ. ആ മാല കൊണ്ടുപോയി പണയം വെച്ച് കള്ളു കുടിച്ചെന്നോ? അവനങ്ങനെ ചെയ്യില്ല, അവനത് ചെയ്തിട്ടുമില്ല. താന് വെറുതെ പറയുന്നതാ. ഞാനും അങ്ങനെയൊക്കെ അവനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന. പക്ഷെ അവൻ്റെ സ്വഭാവം ഇപ്പം വല്ലാത്ത ഒരു മാറ്റമാണ്. അവനത് കൊണ്ടുപോയി പണയം വെച്ച് കള്ളു കുടിച്ച് തന്നെ കാണുന്ന എനിക്കും തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റമാണ്. എൻ്റെ പഴയ സച്ചിയല്ല അവനിപ്പം. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച രേവതീനെ കൈ പിടിച്ച് സച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷേ അവൻ എന്താണെന്ന് അറിയില്ലടോ. ഇങ്ങനെ ഏത് നേരവും അടിയും വഴക്കുവാ രണ്ടുപേരും. ഇന്ന് റോഡിലും കൂടെ കിടന്ന് തല്ലുപിടിച്ചു. നാട്ടുകാർ സഹിതം അറിഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായോ? താനൊരു കാര്യം മനസ്സിലാക്കണം. താന് ഇപ്പം സച്ചിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും സച്ചിയുടെ നല്ല മനസ്സ് താൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ആ പെൺകുട്ടിയും സച്ചിയുടെ നല്ല മനസ്സ് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. എനിക്ക് അത്രമാത്രം തന്നോട് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഒരിക്കലും സച്ചിനെ അകറ്റി നിർത്തരുത്. അവനെ ചേർത്ത് പിടിച്ച് നിർത്തുക തന്നെ വേണം. തൻ്റെ കൂടെ എന്നും അവൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെനിക്ക് ഉറപ്പാടോ. എനിക്ക് സച്ചിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയാ, താനിപ്പോൾ പറഞ്ഞ ഈ നാവില്ലേ, ആ നാവ് കൊണ്ട് തന്നെ സച്ചിനെക്കുറിച്ച് താൻ നല്ലത് പറഞ്ഞ് ഞാൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ അങ്ങ് പോയി. കാരണം കൂട്ടുകാരനറിയാം നമ്മുടെ സച്ചി ആ ഒരു മാല പണയം വെച്ച് കള്ളു കുടിച്ചതൊന്നുമല്ല. കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ സച്ചി ആ ഒരു മാല പണയം വെച്ച് ആ പൈസ കൊടുത്തതായിരുന്നു. ആ ഒരു പൈസ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ആ കൂട്ടുകാരൻ്റെ ഭാര്യ ജീവിച്ചിരിക്കില്ലായിരുന്നു, ഓപ്പറേഷൻ നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അറിയാം സച്ചിയുടെ ആ നല്ല മനസ്സ് കേട്ടോ. പിന്നെ കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് എങ്ങനെയെങ്കിലും ആ മാല പണയം എടുത്ത് കൊടുക്കണം രേവതിക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ സച്ചിക്ക് ഇനി സമാധാനം കിട്ടില്ല. കാരണം തൻ്റെ അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ബുക്ക് പണയം വെച്ചിരിക്കുന്ന ആ ഒരു ഫൈനാൻസിലേക്ക് നമ്മുടെ സച്ചി പോവുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ സച്ചി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രസകരമായ കാഴ്ചയൊന്നുമല്ല. അവിടെ ഒരു പയ്യൻ്റെ ഉടുപ്പൊക്കെ ഊരിയിട്ട് അയാൾ ഒരു പ്രാവശ്യത്തെ CC മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാണം കെടുത്തുന്ന ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ സച്ചി വലിയ കാര്യമായിട്ടത് മൈൻഡ് ചെയ്തില്ല. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സച്ചി ചെല്ലുന്ന ഉടനെ തന്നെ ഇയാൾ എന്താണോ താൻ ഈ വഴിക്ക് ഇറങ്ങിയത്? എല്ലാ CC മുടങ്ങാതെ ഏതായാലും താൻ അടയ്ക്കുന്നുണ്ടല്ലോ. താൻ ആ CC അടച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പം നിൽക്കേണ്ട വന്നേനേന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ ഷർട്ടൊക്കെ ഊരി ഒരു ചെറുക്കൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ നമ്മുടെ സച്ചിക്കൊരു ദയനീയ അവസ്ഥ തോന്നി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ സാർ, ഞാനിവിടെ വന്നത് വേറൊന്നിനുമല്ല, എനിക്ക് കുറച്ചും കൂടെ പൈസ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. പൈസയോ? ഇനി എന്തിനാണോ തനിക്ക് പൈസ? അല്ല, ഞാൻ കറക്റ്റ് എല്ലാ CC അടയ്ക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ RC ബുക്ക് വെച്ച് കുറച്ചും കൂടെ പൈസ തരാൻ പറ്റുമോ? അല്ല, തനിക്കിപ്പോൾ എത്ര രൂപയാണ് വേണ്ടത്? അല്ല സാറിന് എത്ര രൂപ തരാൻ പറ്റും? താന് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ എല്ലാ വിവരവും നോക്കിക്കഴിഞ്ഞപ്പം ഇന്ന കണക്ക് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എനിക്കൊരു 10 രൂപയും കൂടെ കൂട്ടി തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, താനേതായാലും കറക്റ്റ് CC ഒക്കെ അടയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ, 20 രൂപയെങ്കിൽ 20 രൂപ കൂട്ടി തരുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് ആ ഒരു പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, സാറേ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കാണിക്കുന്ന അത്രയ്ക്ക് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാളിപ്പം പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പൈസ അടയ്ക്കാത്തത്. പക്ഷേ സാർ അയാളുടെ ഉടുപ്പ് ഊരിയിട്ട് ഇങ്ങനെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയ്ക്ക് മര്യാദ ഉള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാട്ടോ. അതൊരിക്കലും സാർ തെറ്റായിട്ട് കാണുമൊന്നും വേണ്ട, ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയാണ്. അവരങ്ങനെ ഒരു ഡ്രൈവൊക്കെ നടത്തിക്കൊണ്ട്, ഡ്രൈവ് മീൻസ് നമ്മുടെ ശ്രുതിക്ക് സ്കൂട്ടിയാണല്ലോ ഉള്ളത്. സ്കൂട്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടി ഓടിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, പുറകിൽ ശ്രുതി ഇരിക്കുന്നു. അപ്പോൾ ഇതുവരെ എന്താ സ്ഥലമൊന്നും എത്താറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. ഞാൻ ഓടിച്ചു മടുത്തു, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞപ്പം
ഏതായാലും തൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലുണ്ട്, ഏതായാലും ഒരു രസം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാലേ ഞാൻ മടുത്തു. വല്ലാത്ത ക്ഷീണവും ദാഹവും ഒക്കെ തോന്നുക. നമുക്കൊരു ചായ കുടിച്ചാലോ? ഈ ചൂടത്ത് ചായയോ? നമുക്കൊരു കാര്യം ചെയ്യാം സുധി, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ആ കുഴപ്പമില്ല, ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞ് അവരൊരു സ്ഥലത്ത് ചെന്ന് നിർത്തി. അങ്ങനെ ആ ഒരു ഐസ്ക്രീം പാർലറിലേക്ക് കയറിപ്പോയിട്ടോ. പാർലറിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരീനെ ശ്രുതി ഇങ്ങനെ സുധീനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ സുധീനെ പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ റൂംമേറ്റ് അല്ലാട്ടോ, എൻ്റെ സിസ്റ്ററിനെ പോലെയൊക്കെ തന്നെയാണ്, എൻ്റെ എല്ലാ കാര്യവും ഇവർക്ക് അറിയാവുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരിചയപ്പെടുകയാണ്. അപ്പം അതിനിടയിലായിട്ട് കൂട്ടുകാർ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്യേണ്ടത്? ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും കൂടെ ഒരുമിച്ച് പിസ്താന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും പെട്ടെന്നൊരു അതിശയമായിപ്പോയി. അപ്പം ഇഷ്ടമുള്ള ഫ്ലേവർ അതാണോ എന്ന് ചോദിച്ചപ്പം അതെ, എനിക്കിഷ്ടമുള്ള ഫ്ലേവർ അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരി ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. എന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കൂട്ടുകാരി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ നീ ഇവിടെ ഇരിക്കണ്ട, നിനക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യുക, ജോലിയൊക്കെ ചെയ്തിട്ട് നീ നേരെ റൂമിലേക്ക് പോക്കോ, അതെ നീ ഇവിടെ ഇരിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാർ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പൊന്നും ആവുന്നില്ല, ഞാൻ പൊക്കോളാമേ എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ശ്രുതിയുടെ കൂട്ടുകാരി അങ്ങ് പോയിട്ടോ. പിന്നെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കൈമാറുകയാണ് അവർ തമ്മിൽ. ആ ഒരു ഗിഫ്റ്റ് കൈമാറുന്നു. അപ്പം ഇതിനിടയിലായിട്ട് ഇവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു പൂക്കാരിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ പൂക്കാരി നിർബന്ധിക്കുകയാണ് ശ്രുതിയോട് ഒരു പൂവ് തൻ്റെ വൈഫിന് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതെൻ്റെ വൈഫല്ലെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ ഒരു പൂ കൊടുക്കാമല്ലോ, ഈ പൂ കളയേണ്ട കാര്യമില്ലല്ലോ, ഒരു പൂവേ ഉള്ളൂ, മേടിക്ക് സാറെന്ന് പറയുമ്പം നമ്മുടെ ശ്രുതി അത് മേടിച്ച് ശ്രുതിക്ക് ആ ഒരു പൂ കൊടുക്കുന്നു. ഏതായാലും അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ മനസ്സ് തുറന്ന് എന്തൊക്കെയോ ശ്രുതിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തൻ്റെ ഇഷ്ടം തുറന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് താൻ മേടിക്കും എന്നാണ് ശ്രുതിയോട് പറയുന്നത്. ശ്രുതി ഏതായാലും ആ ഗിഫ്റ്റ് മേടിക്കുകയും അവർ തമ്മിലുള്ള ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ തന്നെയാണ്. അങ്ങനെ രേവതി നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യം സംഭവിക്കുകയാണ്. നമ്മുടെ ആരുടെ കൂട്ടുകാരനെയാണ് കാണുന്നത്? രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കാണുന്നു. ഏതായാലും രേവതി ആ കൂട്ടുകാരനെ കണ്ടു കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ ആ കൂട്ടുകാരൻ രേവതിയോട് തുറന്നു പറയുകയാണ്. കാരണം തുറന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല. വേറൊന്നുമല്ല, അവരുടെ ജീവിതം അല്ലെങ്കിൽ താറുമാറാകും, അല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും രേവതി സച്ചിനെ വിശ്വസിക്കില്ല. സച്ചിനെ ഒരിക്കലും ആ ഒരു ഇതിന് വിട്ടുകൊടുക്കാൻ ആ കൂട്ടുകാരന് കഴിയില്ല. കാരണം ആ കൂട്ടുകാരന് പറയണം, സച്ചിയുടെ ആ ഒരു നല്ല സ്വഭാവം തിരിച്ച് അറിയണം രേവതി. അതുകൊണ്ട് ആ കൂട്ടുകാരൻ ആ ഒരു തുറന്നു പറച്ചിൽ നടത്തുകയാണ്. ഏതായാലും ഈ ഒരു തുറന്നു പറച്ചിൽ നമ്മുടെ രേവതിയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. താൻ ഇത്രയും ദിവസം തെറ്റിദ്ധരിച്ച് നടക്കുകയായിരുന്നു എന്ന് തന്നെ മനസ്സിലാവുകയാണ്. തൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു വൃത്തികെട്ടവനൊന്നും അല്ല, മനസാക്ഷിയുള്ളവൻ തന്നെയാണ്, നല്ല മനസ്സുള്ളവനാണ് എന്ന് ആ ഒരു തുറന്നു പറച്ചിലൂടെ മനസ്സിലാക്കുകയും രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ഞാനിത് അറിഞ്ഞില്ല ചേട്ടാ, ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ പണയം വെച്ച് ആ പൈസ ചേട്ടൻ്റെ അങ്കിൾ എന്നാട്ടോ വിളിക്കുന്നത്, അങ്കിളിൻ്റെ ഭാര്യയ്ക്ക് ആ ഒരു ബില്ല് അടയ്ക്കാൻ വേണ്ടി തന്നേനെ, പക്ഷേ എനിക്കറിയില്ലായിരുന്നു ചേട്ടാ അങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കാണുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊള്ളുകയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വ്ളോഗ് ചാനലായ അല്ലൂസ് വേൾഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ചെറിയ വ്ളോഗ്സും ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം തുടക്കമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ്സൊക്കെ തുടങ്ങിക്കൂടേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ അതൊന്നും വേണ്ട എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഓർത്തത്, എങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിൽ ഒരു വീഡിയോ. നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്യാമറയിൽ ഒപ്പിവെക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് നഷ്ടമാവുകയും ചെയ്യില്ലല്ലോ.
അതവിടെ കിടന്നോളുകയും ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാനും വിചാരിച്ചു പിന്നെ എന്തുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞത് വഴിയൊന്ന് ചിന്തിച്ചുകൂടെ, ഏതായാലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പം പിന്നെ നമ്മളെക്കൊണ്ട് വ്ളോഗും ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഓർത്തു ഏതായാലും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടില്ല. ഞാൻ ചെറിയൊരു ലൈറ്റ് വെട്ടത്തിലിരുന്നാണ് നിങ്ങളോട് കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടത്തിൻ്റെയും ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ. എന്നും ഉള്ളതുപോലെ ക്ലാരിറ്റി ഒന്നുമില്ല, കറണ്ടില്ല, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ഭയങ്കരമായിട്ടും ഇടിയും മഴയും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇവിടെ ഇടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.